കോളിംഗ് ബെൽ പോലും അടിക്കാതെ വാതിലുകളും ജനലുകളും തട്ടിവിളിച്ച് വീട്ടിൽ അതിക്രമിച്ചെന്നോണം കടന്നുകയറി. ഉറങ്ങിക്കിടന്ന രാഹുലിനെ കതകിൽ ആഞ്ഞുതട്ടി വിളിച്ചുണർത്തി. കുടുംബാംഗങ്ങളുടെ മുന്നിലൂടെ തന്നെ കസ്റ്റഡിയിലെടുക്കൽ. ഇന്നലെ അതിരാവിലെ പത്തനംതിട്ട അടൂരിലെ വീട്ടിലെത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഈ രീതിയിലായിരുന്നു. സമൂഹ മാധ്യമങ്ങളടക്കം പോലീസ് നടപടിക്ക് നേരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. രാഹുലിന്റെ അറസ്റ്റും പോലീസിന്റെ പെരുമാറ്റവും അതിരുകടന്നെന്ന് സോഷ്യൽ മീഡിയ അടക്കം വിമർശിക്കുമ്പോൾ, അടിയന്തരാവസ്ഥ കാലത്ത് പിണറായി വിജയന്റെ അറസ്റ്റും SFI നേതാവ് സാന്ദ്രയുടെ അറസ്റ്റും ചൂണ്ടിക്കാണിച്ചാണ് ഇടത് നേതാക്കൾ ഇതിനെ ന്യായീകരിക്കുന്നത്. SFI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് നിയമവിദ്യാർത്ഥിനിയായ സാന്ദ്ര ബോസ്. സമരം ചെയ്തതിന്റെ പേരിൽ പോലീസ് രാവിലെ 5 മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു. കോടതി 14 ദിവസം റിമാൻഡിലും വിട്ടു. പക്ഷേ യൂത്തന്മാരെ പോലെ മോങ്ങലും വ്യാജ മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കലും വിവിധതരം ഷോ ഉണ്ടായില്ലെന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. മാധ്യമങ്ങൾ കരഞ്ഞില്ല, പൊട്ടിത്തെറിച്ചില്ല, ദിവസം മുഴുവൻ ലൈവ് കൊടുത്തില്ല. ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സാന്ദ്രയെ രക്തഹാരമിട്ട് സ്വീകരിച്ചത് സ്വന്തം അമ്മയാണ്. ഒരു കയ്യിലുള്ളത് ജയിലിൽ നിന്ന് വായിച്ച പുസ്തകങ്ങൾ. ഇതാണ് രണ്ട് രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെന്നും ഇതാണ് വലതുപക്ഷവും മാധ്യമങ്ങളും നിങ്ങളോട് പറയാത്ത രാഷ്ട്രീയമെന്നും അരുൺകുമാർ പറഞ്ഞു വെക്കുന്നു. LDF സർക്കാർ ഭരിക്കുമ്പോൾ തന്നെയാണ് സാന്ദ്രയുടെയും അറസ്റ്റ് നടന്നതെന്നും രാഹുലിന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ നാടകവുമായി ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യണമെന്നും സഖാവ് ജോസഫ് എന്ന ഐഡിയിൽ നിന്നുമുള്ള കമന്റ്. ഇടതുപക്ഷത്തെ നിരവധി നേതാക്കളെ അതിഭീകരമായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഈ പ്രസ്ഥാനം ജൽപ്പനങ്ങൾക്ക് ചെവി കൊടുക്കാറില്ലെന്നും ആന്റണി തോമസ് സാന്ദ്ര ബോസിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് കുറിച്ചു. കഴിഞ്ഞ UDF ഭരണത്തിൽ കുഞ്ഞനന്ദനെയും കാരായ രാജനെയും മോഹനം മാസ്റ്ററെയും അറസ്റ്റ് ചെയ്തത് കണ്ടതല്ലേ? അന്നൊന്നും കാണാത്ത ഒരു പരിഗണനയും തരില്ല എന്ന് രാധാകൃഷ്ണൻ എന്ന ഇടത് അനുഭാവിയുടെ കുറിപ്പ്. ഇതുകൊണ്ടും തീരുന്നില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് പിണറായി വിജയനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചതും ഇടത് നേതാക്കളും അനുഭാവികളും ചോദിക്കുന്നുണ്ട്. 24 ചാനൽ ചർച്ചയിൽ SK സജീഷ് ആ ചോദ്യമുയർത്തി രാഹുലിന്റെ അറസ്റ്റിനെ പ്രതിരോധിച്ചു. ചോരപുരുണ്ട വസ്ത്രങ്ങളുമായി പിണറായി നിയമസഭയിൽ വന്നില്ലേ എന്നും സജീഷ് ചോദിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് പോലീസിന്റെ കിരാത നടപടിയെന്ന് പ്രതിപക്ഷവും ഇതൽപ്പം കടന്നുപോയെന്ന് സോഷ്യൽ മീഡിയയും ചോദിക്കുമ്പോൾ, സാന്ദ്രയെയും പിണറായിയെയും മുൻനിർത്തിയാണ് സൈബർ സഖാക്കളുടെ പ്രതിരോധം.